രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് സിദ്ധു കോളേജിൽ വീണ്ടും ചെല്ലുന്നത്. സിദ്ധു തൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. കോളേജിൻ്റെ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് പവി അവൻ്റെ മുന്നിൽ ചെന്ന് പെടുന്നത്. സിദ്ധുവിനെ പെട്ടെന്ന് കണ്ടപ്പോൾ പവി തെല്ലൊന്ന് പതറി. തിരിഞ്ഞു നടക്കാനോ മുന്നോട്ട് നടക്കാനോ പറ്റാത്ത അവസ്ഥ. അതേസമയം സിദ്ധുവിൽ നിന്നുള്ള പ്രതികരണം അവളെ ശരിക്കും ഞെട്ടിച്ചു. തന്നെ കണ്ട ഭാവം നടിക്കാതെ ഫോണും ചെവിയോട് അടുപ്പിച്ച് അവൻ നടന്നു പോകുന്നത് വേദനയോടെ നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ അവഗണന പതിവായി. അവളെ കാണിക്കാൻ വേണ്ടിയാവണം പിന്നീട് പെൺപിള്ളേരുമായി കത്തിയടിയും പതിവായി. കൂടുതലായും ആതിരയുടെ കൂടെയായിരിക്കും സംസാരം. അത് പവിക്ക് ഇഷ്ടമല്ലെന്ന് അവനും അറിയാമായിരുന്നു. പവിയോടുള്ള സിദ്ധുവിൻ്റെ അകൽച്ചയും തന്നോട് ഏതു നേരവും സംസാരിക്കുന്ന സിദ്ധുവും ആതിര മറ്റൊരു തരത്തിൽ അതിനെ കണ്ടു തുടങ്ങി. അവൾ മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. അതിനൊക്കെ പുറമെ ഫ്രീ ടൈമിലും മറ്റും പവിയുടെ ക്ലാസ്സിൽ വന്നു ഷാനുവിനോടും വിക്കിയോടും സിദ്ധു ഏറെ നേരം സംസാരിക്കുമായിരുന്നു. അന്നേരം ഒരു നോട്ടും കൊണ്ട് പോലും പവിയെ അവൻ പരിഗണിക്കാറില്ലായിരുന്നു. അതവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. അവന് മുന്നിൽ അവൾ വാശിയോടെ പിടിച്ചു നിന്നു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. അവർക്കിടയിൽ അകലം കൂടി വന്നു. ഇതിനിടയിൽ ആർട്സ് ഡേയുടെ പ്രാക്ടീസ് തകൃതിയായി നടക്കുന്നുണ്ട്. തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ വിജയിപ്പിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് കണ്ടതും പവി പ്രാക്ടീസ് മുടക്കില്ല. ഉള്ളിലെ വിഷമങ്ങൾ പുറത്ത് കാണിക്കാതെ അവൾ എല്ലാത്തിലും സജീവ സാന്നിധ്യം അറിയിച്ചു. തന്നെ കാണിക്കാൻ വേണ്ടി മറ്റു പെൺപിള്ളേരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന സിദ്ധു ആ കാഴ്ച തന്നെ വേദനിപ്പിക്കും എന്നറിയാവുന്നതുകൊണ്ട് പിന്നീട് സിദ്ധുവിൻ്റെ മുന്നിൽ അവൾ ചെല്ലാതെയായി. അവൾ ക്ലാസ്സിൽ തന്നെ ഒതുങ്ങിക്കൂടി. വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കും. ഫ്രീ ടൈമിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കും. മൊത്തത്തിൽ പവി അങ്ങ് മാറിപ്പോയി. അവൾ തൻ്റെ മുന്നിൽ വരാത്തത് കൊണ്ടായിരിക്കാം സിദ്ധു അവളുടെ മുന്നിലേക്ക് ചെന്നത്. മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പവിയുടെ ക്ലാസ്സിലേക്ക് ചെന്നു. പതിവ് പോലെ സിദ്ധു അന്നു ഷാനുവിനോടും വിക്കിനോടും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം സിദ്ധുവിനെ കണ്ടതും പവിയുടെ കണ്ണുകൾ ഒരു നിമിഷം തിളങ്ങി. അവനിലേക്ക് നീളുന്ന തൻ്റെ കണ്ണുകളെ അവൾ ശ്വാസിച്ച് നിർത്തി. പതിവിലും വിപരീതമായി സിദ്ധുവിൻ്റെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്നത് തിരിച്ചറിഞ്ഞ പവി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനൊരുങ്ങി. അവളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത സിദ്ധു അവൾ നടന്നു പോകുന്നതിനിടയിൽ തൻ്റെ കാല് നീട്ടി അവളെ വീഴ്ത്തി. അവൾ തറയിൽ വീഴുന്നത് കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് നീണ്ടു. കൈ തറയിൽ കുത്തിയത് കൊണ്ടാവാം നല്ല വേദനയുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. അവൾ നിറകണ്ണുകളോടെ സിദ്ധുവിനെ നോക്കി. ആ കാഴ്ച സിദ്ധുവിനെ വേദനിപ്പിച്ചു. അന്നേരത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതായിരുന്നു, അല്ലാതെ അവളെ വീഴ്ത്തണമെന്ന് അവൻ കരുതിയില്ല. സിദ്ധു അവൾക്ക് നേരെ തൻ്റെ കൈ നീട്ടിയെങ്കിലും അവളത് നിരസിച്ചു. പിന്നീട് പിടിക്കുക എന്ന പോലെ പവി ചില്ലുവിന് നേരെ തൻ്റെ കൈ നീട്ടിയതും ചില്ലു അവളെ എഴുന്നേൽപ്പിച്ചു. പവിയുടെ ആ പ്രവൃത്തിയിൽ സിദ്ധുവിന് ദേഷ്യവും വാശിയും ഇരട്ടിച്ചു. ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. കോളേജ് മുറ്റത്തെ വാഗച്ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിൽ നിറയെ പവിയുമായുള്ള പ്രണയ നിമിഷങ്ങൾ മാത്രമായിരുന്നു. എത്രയൊക്കെ അവളെ അവഗണിച്ചാലും അവളോടുള്ള ഇഷ്ടത്തിനും പ്രണയത്തിനും ഒരു കുറവും ഇല്ലായിരുന്നു. ഇരുവർക്കിടയിലെ അകൽച്ച അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അവനിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തോ അന്ന് അവന് ശരിക്കും തലവേദനിക്കുന്നുണ്ടായിരുന്നു. വിശ്രമിക്കാം എന്ന് കരുതി അവൻ ലൈബ്രറിയിലേക്ക് നടന്നു. തൊട്ടരികിൽ അവനെ വീക്ഷിച്ചുകൊണ്ട് ആതിരയുണ്ടായിരുന്നു. എന്തൊക്കെയോ കണക്ക് കൂട്ടിയവൾ അവൻ്റെ പിന്നാലെ നടന്നു. സിദ്ധു ഏട്ടാ, അവനെ വിളിച്ച് അവൾ പിന്നാലെ ഓടി. സിദ്ധു തിരിഞ്ഞു നോക്കി. ആതിരയുടെ വരവ് കണ്ടതും സിദ്ധു നടത്ത അവസാനിപ്പിച്ചു. ആതിര അവനരികിലേക്ക് ഓടി വന്നു. അതിനിടയിൽ അവൾ കാലിൽ തന്നെ വീഴാനാഞ്ഞതും സിദ്ധു അവളെ താങ്ങി നിർത്തി. ആ നിമിഷം അവൾ ഇമ ചിമ്മാതെ സിദ്ധുവിനെ നോക്കുന്നുണ്ട്. ഇവളിതെന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന പോലെ സിദ്ധുവും തിരിച്ചു അവളെ നോക്കി. അതുവഴി വന്ന വിക്കി സംഭവം മുഴുവനായും കണ്ടിരുന്നു. ആതിര മനഃപൂർവ്വം വീണതാണെന്ന് അവന് മനസ്സിലായി. അവളുടെ നോട്ടത്തിൽ എന്തോ പന്തികേട് തോന്നി സിദ്ധു അവളെ നേരെ നിർത്തി കാര്യം തിരക്കി. അല്ല, ഇന്ന് നാടകത്തിൻ്റെ റിഹേഴ്സൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാ, അവൾ പറഞ്ഞു. ഇല്ല, എനിക്ക് നല്ല തലവേദന, താൻ പൊയ്ക്കോ, അത്രമാത്രം പറഞ്ഞു സിദ്ധു ലൈബ്രറി ലക്ഷ്യം വെച്ച് നടന്നു. എന്തോ ഓർത്ത് ആതിര ക്ലാസ് മുറിയിലേക്ക് ഓടി. തൻ്റെ ബാഗിൽ നിന്നും ബാം എടുത്ത് തിരികെ ലൈബ്രറി ലക്ഷ്യം വെച്ച് നടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു തരം ചിരി വിരിഞ്ഞു. ആതിര ലൈബ്രറിയിലേക്ക് പോകുന്നത് കണ്ടതും വിക്കി അവളെ പിന്തുടർന്നു. ഇതേ സമയം സിദ്ധു ലൈബ്രറിയിലെ ടേബിളിൽ തലചായ്ച്ച് കിടന്നിട്ടുണ്ട്. പതിയെ അങ്ങോട്ട് കടന്നു വന്ന ആതിര അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ ചുമലിൽ കൈവച്ചു. സിദ്ധു തല ഉയർത്തി നോക്കി. തൊട്ടരികിൽ ആതിരയെ കണ്ടതും അവൻ്റെ മുഖം ചുളുങ്ങി.
അവൻ ചോദ്യഭാവത്തിൽ അവൾ നോക്കി. മറുപടിയൊന്നും പറയാതെ അവൾ സിധുവിൻ്റെ നെറ്റിയിലേക്ക് ബാം പുരട്ടിയതും അവളുടെ ആ പ്രവൃത്തി അവന് അരോചകമായി തോന്നി. അവൻ അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞു അവളെ ദഹിപ്പിച്ചു നോക്കി. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീതും നൽകി. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. തലവേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തോ വിഷമം തോന്നി, അല്ലാതെ ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. അവളത് പറഞ്ഞ് കരയാൻ തുടങ്ങിയതോ സിധുവിനെന്തോ വല്ലായ്മ തോന്നി. അവളുടെ അരികിൽ ചെന്ന് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം അവൾ ഒന്നുകൂടെ കണ്ണുനീർ അഴുത്തിച്ചു. താൻ കണ്ണു തുടച്ചേ, ആരെങ്കിലും വന്നാൽ എന്ത് കരുതും? സിധു അത് പറഞ്ഞപ്പോൾ അവൾ പിന്നെയും കരയാൻ തുടങ്ങി. കണ്ണ് തുടക്കാനാണ് പറഞ്ഞത്. സിധു ഗൗരവത്തിൽ പറഞ്ഞതും അവൾ കണ്ണുനീർ തുടച്ചു. ഞാൻ നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ, താൻ പൊയ്ക്കോ. സിധു പറഞ്ഞത് കേട്ടത് അവൾ നിഷ്കളങ്കത വാരി വിതറി തലയനക്കി നടക്കാനിറങ്ങി. അവൾ ഒരു തരം വിജയച്ചിരിയോട് പുറത്തേക്ക് നടന്നു. ക്ലാസ്സിൽ ചെന്ന വിക്കി പവിയോട് വള്ളിപ്പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പവിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. അതേ ദേഷ്യത്തോടെ തന്നെയാണ് അവൾ ആതിരയുടെ ക്ലാസ് ലക്ഷ്യം വെച്ച് നടന്നത്. ക്ലാസ്സിൽ ചെന്ന് ആതിരയുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു. ആതിര കാര്യം മനസ്സിലാവാതെ കവൾ പൊത്തിപ്പിടിച്ചു പവിയെ നോക്കി. മേലിൽ എൻ്റെ ഭർത്താവിൻ്റെ കൺവെട്ടത്ത് നിന്നെ കണ്ടുപോകരുത്. കണ്ടാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. മറ്റൊരു ഉദ്ദേശത്തോടെ എങ്ങാനും അവനെ നോക്കിയാൽ നിന്റെ കണ്ണ് രണ്ടും ഞാൻ കുത്തി പൊട്ടിക്കും. നിനക്കേ എന്നെ ശരിക്കും അറിയില്ല. അവന് ബാം പുരട്ടി കൊടുക്കാനേ ഞാനുണ്ട്. നിന്റെ ആവശ്യം തൽക്കാലമില്ല. അവൻ എൻ്റെയാ, എൻ്റെ മാത്രം. കേട്ടോടി, നിനക്ക് അത്രയ്ക്കും ഇതാണെങ്കിലേ പോയി. പവി വാക്കുകൾ മുഴുവനാക്കിയില്ല. അത്രയൊക്കെ പറഞ്ഞിട്ടും പവിക്ക് ദേഷ്യം അടക്കാനായില്ല. ചില്ലു ഒരുവിധം സമാധാനിപ്പിച്ചു അവളെ കൂട്ടിക്കൊണ്ടു പോയി. സംഭവം സിദ്ധുവിൻ്റെ കാതിലെത്തി. സിദ്ധു ആതിരയുടെ അരികിൽ വന്ന് കാര്യം തിരക്കി. പവി തന്നെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചെന്നും താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം പറഞ്ഞ് തന്നെ ക്ലാസ്സിലെ പിള്ളേരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചെന്നും പറഞ്ഞ ആതിര പിന്നെയും പൂങ്കണ്ണുനീര് വരും. സിദ്ധു ദേഷ്യത്തോടെ പവിയുടെ ക്ലാസ്സിൽ ചെന്നു. പവിയുടെ അരികിൽ ചെന്ന് അവളുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. പവി പിടിപിടിക്കാൻ ശ്രമിച്ചു. അവൻ പിടിവിട്ടില്ല. ഒടുവിൽ അവൾ ആതിരയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. നീ എന്തിനാ അവൾ അടിച്ചത്? സിദ്ധുവിൻ്റെ ചോദ്യത്തിന് പവി മറുപടി പറഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ? സിധുവിൻ്റെ സ്വരം ഉയർന്നു. ഇവൾ ആ അടി അർഹിക്കുന്നുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് കൊടുത്തു. വേണ്ടി വന്നാൽ ഇനിയും കൊടുക്കും. പവിയുടെ മറുപടി കേട്ട് സിധുവിന് ദേഷ്യം വന്നു. നീ ആരാണെന്ന് നിന്റെ വിചാരം? കൂടുതൽ ഷോ ഇറക്കല്ലേ? നീ ഇപ്പോൾ ഇവിടെ വെച്ച് ആതിരയോട് സോറി പറയണം. പറ്റില്ല, പവി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. പറ്റണം, സിധു ഡെസ്കിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിനക്കെന്താ ഇതിൽ ഇത്രയും ദണ്ണം? അതിന് ഇവൾ നിൻ്റെ ആരാ? എനിക്ക് ദണ്ണം ഉണ്ടാകും. ഇവൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുകാരും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ആളാവണ്ട. അതുകൊണ്ട് നീ ഇവളോട് സോറി പറഞ്ഞേ പറ്റൂ. സൗകര്യമില്ല, നീ പോയി കേസ് കൊടു. നീയും നിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് മുട്ടാനേ നിങ്ങളായിട്ടില്ല. അത്രയ്ക്ക് ഇതാണെങ്കിലേ ആർട്സ് ഡേയിലെ ജയിച്ച് കാണിക്ക്. നിങ്ങൾ 8 നിലയിൽ പൊട്ടുന്നത് കണ്ടിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ഇത്തവണ കപ്പ് ഞങ്ങൾ പോക്കും, നോക്കിക്കോ. നിന്റെ നാടകത്തിനെ ഞാൻ മുട്ടയേറി നടത്തും. ആദ്യം മുട്ടയേറിയുന്നതേ ഇവളുടെ മോന്തയ്ക്കായിരിക്കും. ആതിരയെ നോക്കിക്കൊണ്ട് പവി പറഞ്ഞു. ഡി, സിധു അവളുടെ കവിളിൽ അമർത്തി പിടിച്ചു. അവൻ്റെ പിടിയിൽ അവൾക്ക് വേദന തോന്നി. അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ടതും സിധു അവളിൽ നിന്നുള്ള പിടി അയച്ചു. പവി അവനെ നോക്കി ദഹിപ്പിച്ചു. അവൾ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പെണ്ണെടുത്ത് അതിൻ്റെ റീഫിൽ നെപ്പൂരി അവൻ്റെ മുഖത്തേക്കും ഷർട്ടിലേക്കും മുഴുവൻ മഷി തെറിപ്പിച്ചു. സിധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. അവന് നേരെ പുച്ഛം വാരി വിതറി തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ പവിയുടെ കയ്യിൽ സിധുവിൻ്റെ പിടി വീണു. അവളെ വലിച്ചു അവൻ തൻ്റെ നെഞ്ചിലേക്കിട്ടു. ഒരു നിമിഷം 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ നിശ്വാസം മുഖത്തേക്ക് തട്ടിയതും അവൾ നീങ്ങിപ്പോയിരുന്നു. അവൻ തൻ്റെ കവിൾ അവളുടെ കവിളിലിട്ടുരസി തൻ്റെ കവിളിലെ മഷി അവളുടെ കവിളിലേക്കും ആക്കി കൊടുത്തു. അന്നേരം അവൻ്റെ താടി രോമങ്ങൾ അവളിൽ ചെറുനോവ് സമ്മാനിച്ചു. അവൻ തൻ്റെ മൂക്കും നെറ്റിയും അതുപോലെ ചെയ്തു. അവളുടെ മുഖത്തും ഇപ്പം മഷിയായിട്ടുണ്ട്. ഒടുവിൽ അവൻ തൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിലിട്ടുരസി ചുണ്ടിലെ മഷിയും അവൾക്ക് പകർന്നു നൽകി. ആ പ്രവൃത്തിയിൽ അവളൊന്ന് പെടഞ്ഞു പോയിരുന്നു. ശേഷം അവൻ അവളെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്തു. 2 പേരുടെയും മോന്തയിലെ നിറയെ മഷിയാണ്. ആ നിമിഷം ആതിര അസൂയോടെ ഈ കാഴ്ച നോക്കുന്നുണ്ട്. കൂടെ ബാക്കി പിള്ളേരും. ആതിരയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അന്നേരം പവി തൻ്റെ കയ്യിലെ പെണ്ണിൻ്റെ കുഴലിലെ ബാക്കി മഷി തൻ്റെ ചുണ്ട് മുഴുവൻ തേച്ച് പിടിപ്പിച്ചു.
ശേഷം അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ലിപ് സിമ്പൽ അടിച്ചു കൊടുത്തതും സിദ്ധു മിഴിഞ്ഞ കണ്ണാലെ അവളെ നോക്കി. അന്നേരം അവൾ അവൻ്റെ മറ്റേ കവളിലും സീൽ അടിച്ചു കൊടുത്തു. അവൻ്റെ കവിൾ നല്ല പോലെ ചുണ്ടിൻ്റെ സീല് പതിഞ്ഞിട്ടുണ്ട്. രണ്ടും തമ്മിൽ മുട്ടൻ തല്ല് പ്രതീക്ഷിച്ചു നിന്നവർക്ക് നല്ല ഒന്നാം തരം കിസ്സിങ് സീനും സമ്മാനിച്ചു. പവി അവിടെ നിന്ന് പോയതും സിദ്ധു കിള്ളിപ്പോയി നിൽപ്പാണ്. പവി അവിടെ നിന്ന് പോയതും സിദ്ധു ആ ഷോക്കിൽ തന്നെയായിരുന്നു. ഹാപ്പി ഹോളി വരുന്നില്ലേ? തേജയുടെ ശബ്ദമാണ് അവനെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. സിദ്ധുവിൻ്റെ പോയ കിളികളൊന്നും തിരിച്ചു വന്നിട്ടില്ല. അവൻ തലയനക്ക് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അവൻ്റെ കവിളിലെ ലിപ് സീൽ കണ്ട് പിള്ളേരൊക്കെ നോക്കുന്നുണ്ട്. ഒരുവിധം അവൻ തൻ്റെ വണ്ടിയുടെ അരികിലെത്തി. അതേ കോലത്തിൽ അവൻ വീട്ടിലേക്ക് ചെന്നു. ഒരുവിധം ആരും കാണാതെ തൻ്റെ മുറിയിലെത്തി മഷിയൊക്കെ കളഞ്ഞു. 2 ദിവസത്തിന് ശേഷം ഓമും പവിയും ജയിലിൽ ചെന്ന് തങ്ങളുടെ അച്ഛനെ കണ്ടു. അച്ഛനും മകളും ആദ്യമായി നേരിൽ കണ്ട നിമിഷം ഇരുവരും ഒരുപോലെ കരഞ്ഞു പോയിരുന്നു. ഇരുമ്പഴക്കുള്ളിൽ അച്ഛനെ കണ്ടപ്പോൾ പവിയുടെ മനസ്സ് ശരിക്കും വേദനിച്ചു. അടുത്ത മാസം തൻ്റെ ശിക്ഷ കഴിഞ്ഞ് താൻ പുറത്തിറങ്ങുമെന്നും അയാൾ പറഞ്ഞപ്പോഴാണ് പവിക്ക് സമാധാനമായത്. അച്ഛനെ കണ്ട് തിരികെ മടങ്ങും വഴി സിദ്ധുമായുള്ള പിണക്കത്തെപ്പറ്റി ഓം അവളോട് ചോദിച്ചുവെങ്കിലും അവൾക്കൊന്നിനും മറുപടിയില്ലായിരുന്നു. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും പിന്നെ ഓം ഒന്നും ചോദിക്കാൻ നിന്നില്ല. വീട്ടിലെത്തി അവിടെ നിന്ന് ഭക്ഷണമൊക്കെയും കഴിച്ചു ഓം ഇറങ്ങാനൊരുങ്ങി. കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിച്ചുകൂടെ എന്നുള്ള അമ്മയുടെയും അമ്മാവൻ്റെയും ചോദ്യത്തിന് അവനൊന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ വരട്ടെ, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നോളാം, കൂടെ നന്ദു ഉണ്ടാവും. ഓമിൻ്റെ മറുപടി കേട്ട് എല്ലാവരുടെയും മുഖം തിളങ്ങി. സാർ, അല്ല ഏട്ടാ, നാളെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്നുള്ള ചില്ലുവിൻ്റെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കി. പേടിക്കേണ്ട, തീർച്ചയായും ഉണ്ടാവും എന്നും പറഞ്ഞ് അവളുടെ തലയ്ക്ക് ചെറുതായി കൊട്ടി അവൻ ഇറങ്ങി നടന്നു. ഞാൻ നന്ദുവിനെ വിളിക്കുന്നുണ്ട്, അവൻ്റെ പിന്നാലെ ചെന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. സോപ്പിടാൻ പറയാൻ. അത് ശരി, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഓരോന്ന് വന്ന് എന്നോട് പറയുന്നത്. ഇനിയിപ്പോൾ അവൾ സോപ്പിട്ടാലൊന്നും നടക്കില്ല. മര്യാദക്കെ പഠിച്ചിട്ട് വന്നാൽ മതി, ഇല്ലേ ഞാൻ നിൻ്റെ മുട്ടുകാല് തല്ലിയൊഴിക്കും. പിന്നെ തേജയുമായുള്ള നിന്റെ ചുറ്റിക്കളിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. മാമനോട് പറയട്ടെ? ചില്ലുവിനെ നോക്കി അവൻ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അയ്യോ ഏട്ടാ, ചതിക്കല്ലേ, ഞങ്ങൾ സീരിയസാ, അല്ലാതെ വെറും ഒരു മരം ചുറ്റി പ്രേമല്ല. സമയമാകുമ്പോൾ ആൾ ഇങ്ങോട്ട് വന്ന് അച്ഛനോട് പെണ്ണ് ചോദിച്ചോളൂ. പ്ലീസ്, അതുവരെ ആരോടും പറയല്ലേ. നല്ല ഏട്ടനല്ലേ, ഇനി മുതൽ ഞാൻ നന്നായി പഠിച്ചോളാം, പ്ലീസ് പറയല്ലേ. അവൾ ഓമിൻ്റെ അരികിൽ ചെന്ന് നല്ല അന്തസ്സായി കെഞ്ചി. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചാൽ പോരാ, പറയരുത്. ശരി, എന്നാ പറ, പവിക്കും സിദ്ധുവിനിടയിൽ എന്താ നടന്നത്? നീയാണല്ലോ അവളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി, നിനക്കറിയാതിരിക്കില്ല. അവരും സംസാരിച്ചുകൊണ്ട് പുറത്തെത്തിയിരുന്നു. അവൻ്റെ ചോദ്യം കേട്ട് അവളാകെ കുഴങ്ങി. അത് പിന്നെ? ഏത് പിന്നെ? കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, മര്യാദക്ക് പറഞ്ഞു. ഇല്ലേ ഞാൻ മാമനോട് പറയും. അയ്യോ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ, അവൾ എന്നോട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആരോടും പറയല്ലേ എന്ന്. അത് കുഴപ്പമില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ, ദൈവം കണ്ണടച്ചോളും. ചില്ലു ആകെ ആശയക്കുഴപ്പത്തിലായി. നല്ല കുട്ടിയല്ലേ, പറ, നീയും അവളും എനിക്ക് ഒരുപോലെയല്ലേ? അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ചോദിക്കുന്നത്? പിന്നീട് ചില്ലുവിന് പറയാതിരിക്കാനായില്ല. അവളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും അവൻ്റെ മുഖഭാവം പൊടുന്നനെ മാറി. താൻ ഇക്കാര്യം അറിഞ്ഞുവെന്ന് പവി അറിയണ്ട എന്നും പറഞ്ഞു ചില്ലുവിനോട് യാത്ര പറഞ്ഞു അവൻ അവിടെ നിന്ന് ഇറങ്ങി. ഓം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പരമേശ്വരൻ ഉണ്ടായിരുന്നു. അയാൾ നന്ദുവുമായി സംസാരിക്കുന്നുണ്ട്. ഓമിനെ കണ്ടതും താൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു നന്ദു അകത്തേക്ക് നടന്നു. പരമേശ്വർ ഓമിനെ പുച്ഛഭാവത്തിൽ നോക്കി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇന്ന് നിന്നെയും പവിയെയും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്നത് കണ്ടുവെന്ന്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതാ. വന്നപ്പോൾ നീ ഇവിടെ ഇല്ലതാനും. പലരും ഇക്കാര്യം എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തന്നതേ വെറുതെ ആയിപ്പോയെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. അങ്കിളിന് അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ അവൾ വരികയാണെങ്കിൽ അങ്കിളിന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാൻ എതിർക്കില്ല. അവൾ വരികയാണെങ്കിൽ മാത്രം. അവൾ എൻ്റെ മോളാ, ഞാൻ വിളിച്ചാൽ അവൾ എൻ്റെ കൂടെ വരും. അതവിടെ നിൽക്കട്ടെ, എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയേ പറ്റൂ. എന്താ നിൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എൻ്റെ പെങ്ങളെ എൻ്റെ വണ്ടിയിൽ കയറ്റാനോ അവളുമായി പുറത്തു പോവാനോ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട, ആരുടെയും. ഓമിൻ്റെ വാക്കുകൾ കേട്ട് പരമേശ്വർ തറഞ്ഞു നിൽക്കുന്നുണ്ട്. നിന്റെ പെങ്ങളോ? ഏത് വകയിൽ? എൻ്റെയും അവളുടെയും ശരീരത്തിലൂടെ ഓടുന്നതേ ഒരേ രക്തമാണെങ്കിൽ ആ വകയിൽ അവൾ എൻ്റെ പെങ്ങളാവില്ലേ?
ഓമിൻ്റെ വാക്കുകൾ പരമേശ്വരനെ പിന്നെയും ഞെട്ടിച്ചു. അപ്പോൾ നീയും ആ കൊലയാളി ഹരിദാസിൻ്റെ മകനാണോ? അയാൾ ഒരുതരം പരിഹാസത്തോട് ചോദിച്ചു. കൊലയാളി ഹരിദാസ്? എൻ്റെ അച്ഛൻ ആ പേര് വീണതേ എൻ്റെ അമ്മയില്ലാതാക്കിയവരെ കൊന്നതിനാ, അല്ലാതെ എൻ്റെ അച്ഛൻ ആരെയും മനഃപൂർവ്വം കൊന്നിട്ടില്ല. ഓമിൻ്റെ വാക്കുകൾ പിന്നെയും അയാളെ ഞെട്ടിച്ചു. പുച്ഛം നിറഞ്ഞിടത്ത് ഒരുതരം വാത്സല്യം നിറഞ്ഞു. അച്ചു, നീ അച്ചു ആണോ? പരമേശ്വർ ഓമിൻ്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. മറുപടിയായി അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. മോനെ, നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. നിന്നെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ എന്തുമാത്രം വിഷമിച്ചെന്നോ. എവിടെയായിരുന്നു നീ? മോനെ, നിനക്കറിയോ, നിൻ്റെ അമ്മയെ കൊന്നത് അയാൾ തന്നെയാണ്. അയാളുടെ മകളെ നീ ഒരിക്കലും പെങ്ങളായി കാണരുത്. അവൾ നിൻ്റെ ശത്രുവാ. നിൻ്റെ അമ്മയുടെ മരണത്തിന് ആ പല്ലവിയുടെ അമ്മയും ഒരു കാരണമായിരിക്കാം. അവരെ കെട്ടാനായിരിക്കാം നിൻ്റെ അമ്മയെ അവൻ കൊന്നത്. അങ്ങനെയുള്ളവരുടെ മകളുമായി നിനക്കൊരു ബന്ധവും വേണ്ട. ഞങ്ങളാ നിൻ്റെ ബന്ധുക്കൾ. എൻ്റെ മോളെ, നിൻ്റെ മുറപ്പെണ്ണ. ഒന്ന് നിർത്തുന്നുണ്ടോ? മതി, എനിക്കൊന്നും കേൾക്കണ്ട. നന്ദുവിനും സിദ്ധുവിനും ഒക്കെയും ഇത് നേരത്തെ അറിയാം. ഒന്നും അറിയാത്തത് നിങ്ങൾക്കാണ്. നിങ്ങൾ കേട്ടതൊന്നും സത്യങ്ങളായിരുന്നില്ല. സത്യങ്ങൾ എന്താണെന്നേ എനിക്കറിയാം. ഞാനതിന് സാക്ഷിയായവനാണ്. നീ അപ്പം ചെറുതാ, ഒന്നും അറിയാത്ത പ്രായം. ആരെങ്കിലും എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചെങ്കിലേ അതുമായി നീ എൻ്റെ മുന്നിൽ വരരുത്. ശരി, ഞാൻ വരുന്നില്ല. പക്ഷേ ഒന്നും അറിയാത്ത എൻ്റെ അനിയത്തെ ഇതിലേക്ക് വലിച്ചിടരുത്. അവൾ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റാരുള്ളൂ, നിങ്ങളുടെ മകള് പോലും. അതുകൊണ്ട് അവളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്ക്. ഓമിൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്ത പരമേശ്വർ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അയാൾ പോയതും സെറ്റിയിൽ ചാരിയിരുന്നു. അവൻ്റെ മനസ്സിൽ ചില്ല് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്തിനായിരിക്കും സിദ്ധുവിൻ്റെ അമ്മ പവിയോട് അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പോൾ അത് സത്യമായിരിക്കുമോ? അന്വേഷിക്കണം. അത് കഴിഞ്ഞു സിദ്ധുവിനെ അറിയിക്കാം. സ്വയമേ ഓരോന്ന് ഓർത്തുകൊണ്ട് അവൻ കണ്ണടച്ചു കിടന്നു. നെറ്റിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടതും അത് നന്ദുവാണെന്ന് അവന് മനസ്സിലായി. അവൻ കണ്ണു തുറക്കാതെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു.